സോ ഗൈസ് IPF അവരെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ബംഗാളി പയ്യന്മാരുമായിട്ട് ഒരു മാച്ചാണ്. അപ്പോൾ ഒരു ഫൺ അടിപൊളി ഗെയിമാണ്. അപ്പോൾ നമുക്ക് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗണ്ണും കാര്യങ്ങളും ഇഫാം ബ്രോ എടുക്കുന്നുണ്ട്. AW ആണ്. ബാക്കി കാര്യങ്ങൾ ഇഫാം ബ്രോ നിങ്ങളോട് പറയും. ഗൈസ്, ഞാൻ AW പ്രോ ആണ്. ഉണ്ണൂസോറ് മണ്ടറാണ് ഗൈസ്. എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ എൻ്റെ കിണ്ണം കളിയാണ് ഗൈസ്. നിങ്ങൾ എൻ്റെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക, എല്ലാവരും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിയാറാകുമ്പോൾ ഗൈസ് കാണാം. സോ ഗൈസ് അങ്ങനെയൊക്കെ പറയും, പക്ഷേ എനിക്കാണ് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ കൂടുതൽ. അപ്പം നമുക്ക് ഞാൻ എന്താ 150 ഡാമേജൊക്കെ കൊടുക്കുന്നുണ്ട്. ബ്രോ അടിപൊളി ഗെയിം പ്ലേ ആണ് എന്നെയും കാട്ടിയും. പക്ഷെ നമ്മളെല്ലാ ഗെയിമും കളിക്കുന്നുണ്ട്, ഒരു ഗെയിം മാത്രം ഒതുക്കുന്നില്ല. സിമുലേറ്റർ കാര്യങ്ങളെല്ലാം കളിക്കുന്നുണ്ട്. ബ്രോയും എല്ലാ കാര്യം കളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബ്രോ ഇതാ അവിടെ കിടന്ന് ഓടി കമന്നൊക്കെ കിടന്ന് നല്ല ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഗൈസ്, എനിക്ക് കുറച്ച് ഡാമേജ് ഇട്ടുണ്ട്. എന്നെ അവന്മാർ ഓട്ടിച്ചിട്ട് അടിക്കുന്നു ഗൈസ്. ഇവന് കളിക്കാറിനോട് എനിക്ക് സപ്പോർട്ടൊന്നും തരുന്നില്ല ഗൈസ്. അപ്പോൾ ഇവൻ്റെ സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ നിങ്ങൾ പറയുക ഗൈസ്. ഇവൻ്റെ മണ്ട് കളിയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. ഗൈസ് അവൻ പറഞ്ഞ കണക്കിന് ഡെഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ പയ്യൻ നമ്മൾ ഒരു കോസ്റ്റ്യൂം ആയതുകൊണ്ടാണ് എന്തോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവന്മാർക്ക് ആ ഒരു കോസ്റ്റ്യൂം കാണാൻ പറ്റുമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ബ്രോയും ഞാൻ ഒരു ഗ്ലൂ വാൾ മാത്രം മാറ്റാൻ മറന്നുപോയി. സോ ഇവിടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം നിലവിൽ 1-0 ആണേ. സോ ഈ സെക്കൻഡ് റൗണ്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ AW തന്നെ വെച്ചാണ്. ഓക്കെ, ബ്രോ ദാ ഇവിടെ നെറ്റ് പോയോ? ഇല്ല ബ്രോ, നെറ്റ് പോയോ ബ്രോ? ഇല്ല ബ്രോ, ഞാൻ നെറ്റൊന്നും പോയില്ല. സോ ഗൈസ് അപ്പോൾ നമ്മളിതാ ഇനി ബ്രോ അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവന്മാർ ഫ്ലാഷ് ഫ്രീസ് ഒക്കെ എടുത്ത് ചുമ്മാ എറിയണം ഗൈസ്. ഈ ഫ്രീ ഫയർ ഫ്ലാഷ് ഫ്രീസ് ഒക്കെ എത്തി കുറയ്ക്കണം കേട്ടോ. ഈ ഒരു കളിയിൽ 1-2 കൊടുക്കാവുള്ളൂ. ഇവന്മാർ ആര് എറിഞ്ഞ് മാലപ്പടക്കങ്ങളൊക്കെ എടുത്ത് എറിയണം ഗൈസ്. ഇതില്ല, പിന്നെ നമ്മളുമായി ഒന്നും കുറയ്ക്കുന്നില്ല. അപ്പം അവൻ നമ്മളെ കില്ലും കുമ്മി ഗൈസ്. ഇത് എന്താണ്? ഇവരെയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്നെയാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊളാബിനേഷൻ കാണും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ 100 സബ്സ്ക്രൈബർ ആകുമ്പോൾ ചിലപ്പോൾ ഒരു ഗിവ് എല്ലാവർക്കും തരുന്നതാണ്. ഓക്കെ, സബ്സ്ക്രൈബും കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചാൽ ഒന്നുകൂടെ. ഓക്കെ, അപ്പോൾ ഇതാ അവനെ കൊന്നു. ഇവ ഫ്ലാഷിൻ്റെ എന്താണ് ഈ ഫലം ബ്രോ ഇങ്ങനെ പെട്ടെന്ന് എല്ലാവരെയും കൊല്ലുന്നത്? ഇപ്പം ഗൈസ് 2-0 ആയിട്ടുണ്ട്. റൗണ്ട് എടുക്കാനുള്ള അവന്മാരാണ് ഗണ്ണ്. അപ്പം അവന്മാരെ ഏത് ഗണ്ണാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പം നമ്മളാ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളിവിടെ കിടന്ന് പരസ്പരം ഇടിച്ചു കളിക്കുകയാണ്. അവന്മാർ ഏത് ഗണ്ണാണോ എന്തോ. ഗായ്സ് ഡെഫൈറ്റ് ഈഗിൾ എനിക്ക് ഒട്ടും അടിക്കാൻ അത്യാവശ്യം അറിയാം. പക്ഷേ ഇത് കുത്തിപ്പിടി ആയതുകൊണ്ട് നമ്മൾ മാക്സിമം കുത്തിപ്പിടിച്ചാണ് അടിക്കുന്നത്. ഹെഡും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ബ്രോ പെട്ടുപോയി. ഹലോ ഇഫാൻ ബ്രോ, എടാ എല്ലാവരും ഒന്ന് കയറിയല്ലോ ഗൈസ്. ഗൈസ്, അപ്പോൾ എനിക്ക് ഹെഡ് ഷോട്ട് ഓൺലിയിൽ മാത്രമേ ഹെഡ് ഷോട്ട് അടിക്കാൻ അറിയാവൂ. ഈ കുത്തിപ്പിടി ലോൺ വോൾഫിൽ എനിക്ക് കുത്തിപ്പിടിച്ച് കളിക്കാനേ അറിയാവൂ ഗൈസ്. അതുകൊണ്ട് ഞാൻ കുത്തിപ്പിടിച്ചാണ് ഗൈസ് കളിക്കുന്നത്. പിന്നെ ഞാൻ ഒരു കില്ല് പിന്നെ എങ്ങനെയൊക്കെ കുമ്മി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവനാണെന്ന് തോന്നുന്നു ആ ടീമിൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നത്. അപ്പോൾ ബ്രോ എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ബ്രോ ആ കില്ലൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചുമ്മാ ഈ ഫോൺ പുഷറാണെങ്കിൽ ചുമ്മാ സൈഡിൽ കൂടെ പോയി ജസ്റ്റ് ഒന്ന് കുമ്മി എടുത്താൽ മതി. ബ്രോ കാര്യങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ 4ാമത്തെ റൗണ്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ 3-0 ഇപ്പോഴും നിലവിലത്തെ സ്കോർ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തേക്ക് ഒരു സ്കോറൊക്കെ ഇങ്ങനെ 0-ത്തിലൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇത്തവണ അവന്മാർ ഹൈഡ് ആൻഡ് സിക്ക് പ്ലേ തുടങ്ങിയിട്ടുണ്ട്. ഒരുത്ത ആ പെട്ടിക്കകത്ത് കയറിയിരിക്കുകയാണ്. കുഴപ്പമില്ല, ഇഫാൻ ബ്രോടെ പോയി പുഷ്. അവൻ അടിച്ച് കണ്ട, അവൻ പെട്ടിക്കകത്ത് ഈ മറ്റേ നീല ചെറുക്കൈ. കണ്ട ഹെഡൊന്നും കയറുന്ന, ഹെഡ് ബോഡി ഷോട്ട് പോലും കയറുന്നില്ല. നമ്മളാ ചങ്ക് മരിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇഫാൻ ബ്രോ എന്താണ് ബ്രോ ആദ്യമേ പോയി ചത്തത്? ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഡെസേർട്ട് ഈഗിളിട്ട് അധികം കളിക്കാറുണ്ട്. ഹെഡ് ഷോട്ട് ഓൺലി ആണെങ്കിൽ എങ്ങനെയും കളിച്ചെടുക്കും ഗൈസ്. എൻ്റെ സെൻസിറ്റിവിറ്റി കിടിയ സെൻസിറ്റിവിറ്റിയാണ്. എൻ്റെ സെൻസിറ്റിവിറ്റി വേണ്ട എൻ്റെ ചാനൽ ഈ വീഡിയോയുടെ അടി വന്ന് കമൻറ്റ് സെൻസ് ചെയ്യുന്ന കമൻറ്റ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും ഗൈസ്. സോ ഗൈസ് നമ്മൾ അടുത്ത ഗണ്ണും കാര്യങ്ങളും അകത്ത് കൊടുത്തപ്പോൾ നമ്മൾ പയ്യൻ പറയുന്ന പൊട്ടാഫും പിന്നെ ആ ഒരു ഗ്രനേഡ് ആ ഒരു ഗണ്ണും എടുക്കാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കുത്തിപ്പിടിയാണ് ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടും എടുത്ത് കളിക്കുന്നത്. അപ്പോൾ ഈ റൗണ്ട് തോപ്പിച്ച ബ്രോ എന്നെ എടുത്ത് അലക്കും അല്ലത് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ കളിയും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എവൻ്റെ പറഞ്ഞ പൊട്ടാസ് മാത്രം എടുക്കാനാണ്. എവൻ പോയി ട്രോഗനും കൂടെ എടുത്ത് ഗൈസ്. ഇപ്പോൾ അവന്മാർ കുത്തിപ്പിടിച്ച് നമ്മളിടും ഗൈസ്. ഈച്ച് പോടാ വെച്ചോന്ന് പോടാ. അതൊന്നുമില്ല. നമ്മളെ ഇഫാം ബ്രോ ചെറുതായിട്ട് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഞാൻ പേടിച്ചു. അപ്പുറത്തുള്ള ടീമുകൾ ആരും പേടിച്ചില്ല. സോ എങ്ങനെയൊക്കെയോ നമ്മളെ ഉണ്ട തീരാറായി ബോംബിന്റെ. ഓക്കെ, ഈ ഒരു കാര്യം എത്ര പേർക്ക് അറിയാം? ഈ ഉണ്ട അൺലിമിറ്റഡ് അല്ല, ഇതിൽ മാത്രം. നമ്മൾ അസുരം ബ്രോ അവിടെ പോയി കുത്തി പിടിക്കണ ഒരുത്തനെ. ഞാൻ എന്താ ഇവന് 63 എടുത്തു. അതിന് അവൻ കുമ്മി. ഇതാണ് വേല. അപ്പൊ ഗൈസ് നമ്മൾ വീണ്ടും ഒരു കളി ജയിച്ചു. അപ്പൊ 4-1 സ്കോർ. നിങ്ങൾ ഇപ്പൊ ഈ ഒരു ഗെയിം പ്ലേ എങ്ങനെ ഉണ്ടോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എന്തൊരു കമന്റ് ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. തെറി മാത്രം ഉപയോഗിച്ച് ഇവിടെ ഒരുത്തന്നെ തെറിയായിട്ട് നിൽക്കാൻ വയ്യ. അപ്പൊ നിങ്ങളോട് തെറിയിട്ട ഗൈഫ് വയ്യ ഗൈഫ്. അപ്പൊ അവന്മാര് നല്ല റഷിങ്ങും കാര്യങ്ങളാണ്. ഒരുത്തൻ ജെറ്റ് കണക്ക് വരണം.
അയ്യോ അവന്മാർ അറിയാൻ വേണ്ടി പറഞ്ഞു ഗൈഫ്. ഇപ്പൊ എന്തിനു കൊടുത്തു. ഓക്കെ അതെന്ത് കൊള്ളാത്ത ഗൈഫ് പറഞ്ഞേ. കുത്തിപ്പിടി മാത്രമേ ഉള്ളൂ, കുത്തിപ്പിടിക്കാതെ അടിച്ചാൽ ഈഫാൻ ബ്രോനെ വെട്ടു എന്നാണ് പറഞ്ഞേക്കുന്നത് ഗൈഫ്. അടുത്ത റൗണ്ട് നമ്മൾ വിജയകരമായി തോറ്റു. സോ ഗൈസ് നമ്മൾ ഈഫാൻ ബ്രോ ആദ്യമേ പോയി അങ്ങ് ചത്തിട്ടുണ്ട്. കുഴപ്പമില്ല. അവന്മാര് പക്കാ എമൗണ്ട്. എന്താണ് ഈഫാൻ ബ്രോ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഗായ്സ് ഇവൻ കുത്തിപ്പിടി കണ്ണെടുത്തോണ്ട് മാത്രമാണ് ഗായ്സ്. ഞാൻ പറഞ്ഞ പൊട്ടാസ് മാത്രം എടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഗായ്സ്. ഞാൻ എങ്ങനെയൊക്കെ എടുത്ത് തന്നെ അവന്മാർ മറ്റേ ട്രോഗണൊക്കെ എടുത്ത് തന്നെ അടിച്ച് കിണ്ടിയിട്ടു ഗായ്സ്. ഓക്കെ ബ്രോ പറഞ്ഞു, ഞാൻ കേട്ടു. ഇനിയും വിചാരിക്കുക. ഓക്കെ ഗൈസ് അവന്മാര് നല്ല FPD-യും MP5 ഒക്കെ എടുത്താണ് വരുന്നത്. ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റൂല. എന്നാലും ഇറങ്ങിപ്പോയി അടിച്ചാലെന്ത്, ഇറങ്ങിപ്പോട്ടെ. ഞാൻ പോയി ഇറങ്ങിപ്പോയി രണ്ട് അടിപൊളി കിടിലടി. ഓ ഗൈസ് നല്ല കിടിലടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഈഫാൻ ബ്രോ എന്നെ കളിയാക്കുകയാണ്. എന്തൊക്കെ വാരി ചെറിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇന്മാരെന്നെ കൊല്ലും ഗൈസ്. ചത്ത് കുത്തിപ്പിടിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിലവിലെ സാഹചര്യം വെച്ച് ഞാൻ ചത്തിട്ടുണ്ട്. ഞാൻ സൂസൈഡാണ് ചെയ്തത്. അല്ലാതെ നമ്മളെ ബ്രോ ഇവിടെ എന്തൊക്കെയോ വാരി വലിച്ചെറിയുന്നുണ്ട്. ബ്രോയും നിസാരക്കാരനല്ല. ബ്രോ എന്തൊക്കെയോ വാരി വലിച്ചെറിയുന്നു. ബ്രോയ്ക്ക് എന്നെ തിരിച്ചു കിട്ടി. ഓക്കെ ഓ ബ്രോ സ്കില്ലൊക്കെ ഇട്ട് ഒരുത്തനെ ഇവിടെ ഒന്നും കാണാനില്ല. ബ്രോ ഒരുത്തനെ കൊന്നെന്ന് തോന്നുന്നു. ഓക്കെ ബ്രോ 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 എന്ത് കളിയാണ് ഗെയ്ഫ് കളിക്കുന്നത്. ഓക്കെ നല്ല ഡാമേജ് ബ്രോയിന് വിജയകരമായി വീണ്ടും കിട്ടി. അവന്മാര് വാരിപ്പറക്കി ഉടുക്കുന്നു. രണ്ട് സൈഡിൽ നിന്നും ബ്രോയ്ക്ക് അറ്റാക്ക് കിട്ടി. അങ്ങനെ വീണ്ടും ഒരു കളിയും കൂടി നമ്മൾ തോറ്റു. അവന്മാര് വീണ്ടും എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. സെയിം എമൗണ്ട് എന്റെ ഉണ്ട്, പക്ഷെ ഞാൻ ഇട്ടെന്ന് തോന്നുന്നു ഒരു കളിയിൽ. നമുക്ക് വീണ്ടും പോയി വിജയകരമായി ഒന്നുകൂടെ ആദ്യം പോയി ചാവാം. ബ്രോ നോക്കിക്കോളും. ബ്രോയാണ് എന്റെ കൂട്ടത്തിൽ നന്നായി കളിക്കുന്നതെന്നല്ലേ കളി തുടങ്ങിയാ പറഞ്ഞ. 1v2 ഒക്കെ നിസ്സാരമായിട്ട് എടുക്കുന്ന പുള്ളിയാണ്. ഞാൻ 2-3 ഡാമേജ് പേരിന് വേണ്ടി കൊടുത്തന്നേ ഉള്ളൂ. എനിക്ക് ഇറങ്ങിയത് മാത്രമേ ഓർമ്മ ഉള്ളൂ. ബാക്കിയെല്ലാം ബ്രോ നിങ്ങളുടെ അടുത്ത് പറയും. ഗായ്സ് ഇവന് ഒരു ഗണ്ണ് വെച്ച് കളിക്കാറിയാ. MP5 ഇട്ട MP40 ഒക്കെ ഇട്ട കുത്തിപ്പിടിച്ച് കളിക്കാൻ മാത്രമാണ് ഗായ്സ് അറിയാവുന്നത്. എന്നിട്ട് എന്നെ കുറ്റം പറയും ഗായ്സ്. നിങ്ങൾക്കറിയാലോ എൻ്റെ മൂവ്മെന്റ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ ഒരു പ്രോ പ്ലെയർ ആണെന്ന്. ഞാൻ ഇപ്പോൾ കുറെ കാലത്തിന് ശേഷമാണ് ഗായ്സ് കളിക്കാൻ കയറുന്നത്. കളി കണ്ടപ്പോഴും മനസ്സിലായി ഗൈസ്. അത് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വീണ്ടും ഒരു കളിയും കൂടി വിജയകരമായി തോറ്റിട്ടുണ്ട്. ഈ കളി തൊട്ട് നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടിയാണ്. അപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കളിക്കണം. ഈഫാൻ ബ്രോ ഈ കളിയും തോറ്റ എന്നെ പച്ചേക്കത്തില്ല. അപ്പൊ നമുക്ക് ഞാൻ എന്നാലും തോക്കും. AK-47 ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ജയിക്കുമല്ലോ ജസ്റ്റ് നോക്കാം. ബ്രോ AW ഒക്കെ എടുത്തോണ്ട് എവിടെ പോകണം ബ്രോ? നമുക്ക് ബ്രോയോട് തന്നെ ചോദിക്കാം. ഗൈസ് ഞാൻ ഫുൾ കോൺഫിഡൻസിലാണ് 2 AW ഒക്കെ എടുത്തുകൊണ്ട് പോകണം ഗൈസ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ ആവുമെന്ന് ഗൈസ്. അപ്പോൾ നോക്കി തന്നെ കാണാം നിങ്ങൾക്ക്. ഈ ഒരു വീഡിയോ ഹെഡ്ഫോൺ വെച്ച് നന്നായിട്ട് ആയിരിക്കും ഈ ഒരു വീഡിയോ കാണാൻ പറ്റിയ നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ AK ഒക്കെ വെച്ചത് അവിടെ കിടന്ന് വായപ്പുറക്കി അടിക്കുന്നുണ്ട്. പറഞ്ഞല്ലോ കുത്തിപ്പിടി മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ. ഹെഡായിരുന്നെങ്കിൽ പിന്നെ ഞാൻ കമത്തി അടിച്ചതിനോടൊക്കെയാണെന്ന്. അപ്പൊ അതിന്റെ ഉണ്ട ഏകദേശം തീർത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി AK എടുത്ത് ഒരു അടിപൊളി കളി കളിക്കാം. ഓക്കെ എനിക്ക് നല്ല ഡാമേജ് കിട്ടി. ഇതൊക്കെ ആര് അമ്മേ. അവനെ കുത്തിപ്പിടിച്ചിട്ടിട്ടുണ്ട്. ബ്രോ ചത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് മെഡും കാര്യങ്ങളൊക്കെ അടിക്കാം. അപ്പൊ ഞാനും ചത്തിട്ടുണ്ട്. വലുതായിട്ടൊന്നും കാണാനില്ല. അപ്പൊ ബൈ ഗായ്സ്.